അച്ഛനൊക്കെ എനിക്ക് ആക്ച്വലി തോന്നിയിട്ടുണ്ട് പുള്ളി ന്യൂസ് കണ്ടില്ലേ ഈ ജീവിതത്തിൽ കുറച്ചുകൂടെ ശാന്തനാവുന്നു. സത്യം അല്ലെ, പുള്ളി ഈ ന്യൂസ് കണ്ടിട്ടുള്ള കലിപ്പിലാണ് ജീവിതം മൊത്തം നിൽക്കണം. ആരാടാ ഇന്ത്യയിലോട്ട് ജീവിതത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മറ്റേ സാധനല്ലേ ന്യൂസ് ചാനലില് ഓരോ ബ്രേക്കിംഗ് ന്യൂസ്. ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് ഇങ്ങനെ അല്ല, ന്യൂസ് അങ്ങനത്തെ ന്യൂസ് മാത്രമേ കാണിക്കുള്ളൂ. ആരെങ്കിലും കിഡ്നാപ്പ് ഇന്ന് ഇവിടെ നടന്നത് ഇത്ര കൊലപാതകം ഇതിന്. ഇത് കണ്ടിട്ട് ഉറക്കം വരുമോ? എനിക്ക് ഓർമ്മയുണ്ട് ഒരു പ്രാവശ്യം മറ്റേ ഒരു കുട്ടീനെ റീസെന്റ് കൊല്ലത്തിൽ നിന്ന് എന്തോ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോയില്ലേ, ലൈവ് ക്രിക്കറ്റ് മാച്ച് കാണുന്ന പോലെ. അച്ഛനൊന്നും രാത്രി കിടന്ന് ഉറങ്ങണല്ലേ ഈ കുട്ടിക്ക് എന്തായിന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളിപ്പോ കിടന്ന് ഉറങ്ങിയില്ലെങ്കിൽ ആ കുട്ടിയെ കണ്ടുപിടിക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ അത് അദ്ദേഹത്തിന്റെ ആ ഒരു പേരന്റൽ കൺസേൺ കൂടിയാണ് അവിടെ. അതാണ് അപ്പൊ ഒരു നാട്ടിൽ ഒരു കുട്ടിയെ കാണാതെ പോയി, അയൽവക്കത്തെ ഒരു കുട്ടിയെ കാണാനില്ല എന്നാണ് നമ്മൾ അറിയുന്നതെങ്കിൽ നമുക്ക് എന്തായിരിക്കും റെസ്പോൺസ് ഉണ്ടാവുക? അത് തന്നെയായിരിക്കും ടി വിയിലും ഒരു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമ്പോൾ നമുക്ക് നമ്മുടെ എംപതി അവിടെ വരികയാണ്. പക്ഷേ ഇതിനെ ഇങ്ങനെ ബ്രേക്കിംഗ് ന്യൂസായിട്ട് ദിവസവും കവർ ചെയ്യുന്നതും ഒരു ദിവസം 4 പ്രാവശ്യം ഒരു ന്യൂസ് വരുമ്പോൾ അതിനുള്ള അപ്ഡേറ്റ്സ് വരും, അതുവരെ നമ്മൾ അറിഞ്ഞില്ലല്ലോ എന്നിരിക്കുന്നതും എനിക്ക് അറിഞ്ഞുകൂടാ. ചെറിയൊരു വ്യത്യാസം അവിടെ ഇല്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ ഈ ട്വിറ്ററിൽ ഇരിക്കുവാണെങ്കിൽ മിനിറ്റ് ബൈ മിനിറ്റ് സെക്കൻഡ് ബൈ സെക്കൻഡ് നമ്മൾ ഇത് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇത്രയും ടെൻഷൻ അടിക്കാനുള്ള കപ്പാസിറ്റി അല്ലേ ഒരു ദിവസം ഉള്ളൂ. മനുഷ്യർ വേറെ എന്തൊക്കെ പാത്രം കഴിയണം, എന്തൊക്കെ പണി നടക്കുന്നു.